ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മളെ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല; വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല; പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല; അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് സമയവും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ, ക്രിസ്തുവിൻ്റെ മക്കൾ ശരീരത്തിൽ കടന്നു വരുന്ന, ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെല്ലാം ഈശോയെ പ്രതി സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവ തിരുമനസ്സിനെ കാഴ്ചവെക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നതാണ് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് നമുക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഈ പ്രകാശത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ പ്രകാശത്തിൽ തന്നെ യാത്ര ചെയ്യേണ്ടതിന് നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളും വേദനകളും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടാകും, ഒറ്റപ്പെടലുകളുണ്ടാകും. പക്ഷെ അവിടെയെല്ലാം കർത്താവ് നമ്മളെ കരുതുന്നുണ്ട്. നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ വരുമ്പോൾ എല്ലാം നമ്മൾ നോക്കേണ്ടത് കുരിശിലേക്കാണ്. കർത്താവ് കുരിശിൽ സഹിച്ച പാടുപീടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പാടുപീടുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ്. അപ്പോൾ അതിനെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ അത് കൃപയായി അനുഗ്രഹമായി നമ്മളിലേക്ക് തീരും. അവിടെ നമ്മൾ ഓടി നടന്ന് നമ്മൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ സമൂഹം നടക്കുന്നത്. കുഞ്ഞു സഹനങ്ങളെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അത് ഒഴിവാക്കി മാറ്റിയെടുക്കാം എന്ന് ചിന്തിച്ച് ഓടി നടക്കുക. അങ്ങനെ ഓടി നടക്കുകയല്ല വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. അപ്പോൾ കർത്താവ് ശരീരത്തിൽ വഹിച്ച പീഡകളുടെ ഏതെങ്കിലും പോരായ്മകൾ സർവ്വതും അവിടുന്ന് സഹിച്ചു. അതിനെ ഓർത്ത് ആ വേദനകൾ തന്നെ നമ്മൾ ഏറ്റെടുക്കുക. ഈശോയുടെ മക്കളാകുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് അനുഗ്രഹമാവും. അങ്ങനെയാണ് നമ്മുടെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ഇടുങ്ങിയ പാത എന്ന് പറയുന്നത്. അത് അങ്ങനെയെല്ലാം സഹനങ്ങളിലൂടെ തന്നെ പോകുന്നു. അതിൽ ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാണ്. കുരിശാണ് ഇപ്പോൾ ഒഴിവാക്കാനായിട്ട് ആൾക്കാർ ഓടി നടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരിശുകൾ നമ്മളെ എടുക്കുവാൻ സഹായിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. ഈശോയെ പ്രതി എല്ലാം സഹിച്ച് സന്തോഷത്തോടെ ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ കർത്താവ് എല്ലാ സഹനവേളയിലും നമ്മളെ ഇട്ടിട്ട് പോകില്ല, കൂട്ടത്തിൽ നിൽക്കും. ഇട്ടിട്ട് പോകുന്ന മനുഷ്യരുണ്ടാവില്ല, പക്ഷെ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഞാനിതെല്ലാം പറയുന്നത്. അനേക സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും എൻ്റെ അപ്പൻ, എൻ്റെ ഈശോ എന്നെ അതിനു മാത്രം കരുതി എന്നെ പൊതിഞ്ഞു പിടിച്ചു, ഇന്നും പൊതിഞ്ഞു പിടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. ഈശോയുടെ പരിശുദ്ധ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ സഹനങ്ങളെല്ലാം അനുഗ്രഹമായി തീരും. ധൈര്യമായിട്ടിരിക്കുക, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഭയപ്പെടുന്നത് മുഴുവൻ അന്ധകാര ശക്തിയാണ്. അവനോട് അവൻ്റെ വഴിക്ക് പോകാൻ പറ. അവന് നമ്മളൊന്നും ചെയ്യാൻ അവകാശമില്ല. നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി തന്നെ ജീവിക്കും. നമ്മൾ നിത്യതയിലേക്ക് കടന്നു പോകുക തന്നെയും. ഈശോ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.